അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ ഉപജീവനം വിശാലമാകാനുള്ള അല്ലെങ്കിൽ സമ്പത്ത് നേടാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിർദ്ദേശിച്ച ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പ്രമാണങ്ങളിൽ വായിച്ചെടുക്കാൻ സാധിക്കും. പലപ്പോഴും ഭൗതികമായ വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നുകയും ഭൗതികമായ ജോലി മാത്രം ചെയ്യുകയും ദുനിയാവിൻ്റെ പിന്നാലെ മാത്രം നെട്ടോട്ടമോടുകയും ചെയ്യുന്ന ആളുകളെയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അതിൽ നിന്നും മാറി സമ്പത്ത് എന്നുള്ള ടൂൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഒരിക്കലും ആത്യന്തികമായ ലക്ഷ്യം സമ്പത്താകാൻ പാടുള്ളതല്ല. ഈ ഒരു കാഴ്ചപ്പാടാണ് തീർച്ചയായും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പല ആളുകളും നേരിടുന്നൊരു സംഗതി കൂടിയാണ്. യഥാർത്ഥത്തിൽ ഭൗതികമായ എനിക്ക് ജോലിയില്ല, എൻ്റെ വരുമാനം കുറവാണ് എന്ന് തുടങ്ങിയ ഒരുപാട് പരാതികൾ പറയുന്നതിനു പകരം അതിനുള്ള സൊല്യൂഷൻ ഫോക്കസ് ചെയ്ത് യഥാർത്ഥ പരിഹാരങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഇസ്ലാം പഠിപ്പിച്ച സമ്പത്ത് നേടാനും വർദ്ധിപ്പിക്കാനും പറഞ്ഞ മാർഗങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാം സമ്പത്ത് വർദ്ധിക്കാൻ പറഞ്ഞ 7 മാർഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, സമ്പത്തിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ മാർഗം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും ഭൗതികമായ കാരണങ്ങൾ മാത്രമാണ് എൻ്റെ ദാരിദ്ര്യത്തിനും എൻ്റെ കടത്തിനും എൻ്റെ ഭൗതികമായ തകർച്ചക്കും പരാജയങ്ങൾക്കും കാരണം എന്ന് വിലയിരുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരാജയപ്പെട്ടു തുടങ്ങുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം തഖ്വയുള്ളവരാകുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് റഹ്മാനായ റബ്ബ് ഈ ഭൂമുഖത്തേക്ക് നമ്മെ നിയോഗിച്ചിട്ടുള്ളത്. ഈ ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നമുക്ക് ദാരിദ്ര്യമുണ്ടോ, നമുക്ക് പ്രയാസങ്ങളുണ്ടോ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോ, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് മനസ്സ് തളർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടോ, അവിടെ നമ്മൾ ചെയ്യേണ്ടത് തഖ്വയുള്ളവരാകുക എന്നുള്ളതാണ്. വമയ്യത്തഖില്ല, അള്ളാഹു പറയുന്നു, ആരെങ്കിലും തഖ്വ പാലിച്ച് ജീവിച്ചാൽ, അള്ളാഹു വരച്ച വരയിലൂടെ ജീവിക്കാൻ തയ്യാറായാൽ, അള്ളാഹു വിരോധിച്ച തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായാൽ, യജ്അൽ ലഹു മഖ്റജ, അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നൊരു തുറവി അള്ളാഹു അവന് നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു അവന് റിസ്ഖ് നൽകും, അള്ളാഹു ഉപജീവനം നൽകും, സമ്പത്ത് നൽകും. ജീവിതത്തിലെ തിന്മകൾ കാരണം മനുഷ്യൻ്റെ റിസ്ഖ് തടയപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുത്തെ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര സൂക്ഷ്മത, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ഇബാദത്തുകളിൽ, എൻ്റെ ഇടപെടലുകളിൽ എത്രത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമങ്ങൾ ഞാൻ പാലിക്കുന്നുണ്ട്, എത്രത്തോളം തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന വിലയിരുത്തലാകണം ഒന്നാമതായി നമുക്ക് വേണ്ടത്. രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങുക, തൗബ ചെയ്യുക, പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുക. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാചകമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതാണ്, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാറിനെ, നിങ്ങൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുക. കാരണം അള്ളാഹു എല്ലാം പൊറുക്കുന്ന ഗഫാറാണ്. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങൾക്ക് എന്താ ലഭിക്കുക? യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് മഴ ലഭിക്കും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് നിങ്ങളെ സഹായിക്കും. വയുംദിദുക്കും ബി അംവാൽ, സമ്പത്ത് കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ, നിങ്ങൾ ചെയ്ത തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ, ഇനി ആ തിന്മയിലേക്കില്ല റബ്ബേ എന്ന് നിങ്ങൾ തീരുമാനിച്ച് നിറകണ്ണുകളോടെ ആത്മാർത്ഥമായി നിങ്ങൾ ഇസ്തിഗ്ഫാർ നിരന്തരം നമ്മുടെ നടത്തത്തിൽ, ഇരുത്തത്തിലൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ, വിശുദ്ധ ഖുർആൻ പറയുന്നത് സമ്പത്തും സന്താനങ്ങളും വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് അരുവികളും തോട്ടങ്ങളും ഒക്കെ റബ്ബ് നിങ്ങൾക്ക് നൽകുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തെ മാർഗം, നമ്മൾ തവക്കുലാക്കേണ്ടത് അള്ളാഹുവിലാണ്. എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ഭൗതികമായ കാരണങ്ങളിൽ, ആ ബിസിനസ് ഉണ്ടെങ്കിൽ, ആ കച്ചവടമുണ്ടെങ്കിൽ, ഇന്ന സംഗതി ഉണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അതിലൂടെ എനിക്കൊക്കെ നേടാൻ പറ്റും. അതുമ്മ പൂർണ്ണമായി തവക്കുലാക്കുന്ന, അള്ളാഹിനെക്കുറിച്ചോ അള്ളാഹുവിലേക്കോ ഈ ഒരു ഖൈറിനെ, നന്മയെ ചേർത്തി പറയാത്ത ദുരന്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മുടെ തവക്കുൽ റഹ്മാനായ റബ്ബിലാകണം. ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്തോ തീർച്ചയായും അത് നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട കാര്യം, അത് ജോലിക്ക് പോകലാകാം, അതല്ലെങ്കിൽ സ്വന്തമായൊരു സംരംഭം തുടങ്ങലാകാം, വരുമാനത്തിനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യലാകാം. അതോടൊപ്പം അതൊക്കെ കാരണങ്ങളാണ്. അതിനൊക്കെ അപ്പുറം റഹ്മാനായ റബ്ബിൽ, എൻ്റെ റബ്ബെനിക്ക് നൽകും. എൻ്റെ പ്രശ്നങ്ങളെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ എൻ്റെ റബ്ബിലാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. ഒരു മനുഷ്യനോട് ഞാൻ ആവലാതി പറയുന്നില്ല. ഒരു മനുഷ്യനോടും എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ, എൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ പറയുന്നില്ല. റബ്ബിൽ മാത്രമാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാലോ, അങ്ങനെ തവക്കുലാക്കിയാലോ, അള്ളാഹിനോട്, അള്ളാഹിൻ്റെ മുമ്പിൽ തവക്കുലാക്കിയാലോ, അള്ളാഹുവിൽ പരമേൽപ്പിച്ചാലോ, ലൗ അന്നക്കും, റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി, അള്ളാഹുവിൽ വരമേൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ വരമേൽപ്പിച്ചാൽ ലറുസിഖ്തും കമാ തുർസഖു തയ്റു, പക്ഷികൾക്ക് അള്ളാഹു ഉപജീവനം നൽകുന്നത് പോലെ, ഭക്ഷണം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്കും റിസ്ക് നൽകും. തഗ്ദു ഹിമാസം വതറൂഹു ബിത്വാന, രാവിലെ കൂടുകളിൽ നിന്ന് അവ പറന്നു പോകുമ്പോൾ അവയുടെ വയറ് ഒട്ടിയ നിലയിലാണ്. തിരിച്ച് അത് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ വയറ് നിറച്ചിട്ടാണ് വരുന്നത്. കൂട്ടിയിരുന്നിട്ടില്ല, അത് പറന്നിട്ടുണ്ട്. അത് ചെയ്യേണ്ട പണി ചെയ്തു, അള്ളാഹുവിൽ തവക്കുലാക്കി, അതിന് കിട്ടേണ്ടതെന്തോ അത് കിട്ടിയിട്ടാണ്, വയറ് നിറച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ റബ്ബിൽ തവക്കുലാക്കുക. നാലാമത്തത് ആരാധനകളിൽ മുഴുകുക എന്നുള്ളതാണ്. ആരാധനകളിൽ മുഴുകുക, അഥവാ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ജോലിയുടെ, ബിസിനസ്സിൻ്റെ, ഭൗതികമായ തിരക്കുകളുടെ കാരണം പറഞ്ഞ് ചെയ്യേണ്ട ഇബാദത്തുകൾ ചെയ്യേണ്ട രീതിയിലും ചെയ്യേണ്ട സമയത്തും ചെയ്യാത്ത ദുരന്തം ഉണ്ടാകാറുണ്ട്. നമുക്കങ്ങനെ ഉണ്ടോ? നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ നിർവഹിക്കേണ്ടതാണ് നിസ്കാരം. ആ നിസ്കാരം കൃത്യസമയത്ത്, പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് അതും നിർവഹിക്കേണ്ട രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം നിർവഹിക്കുകയാണ് എങ്കിൽ
ഉപജീവനം, ആ നിസ്കാരത്തിലൂടെ വരെ നമുക്ക് ഉപജീവനം വർദ്ധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് വെച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇബാദത്ത്, ജീവിതത്തിൽ ഇബാദത്തിന് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കാനല്ലാതെ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നും ശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ ഇബാദത്ത് സൈഡാകുകയും ഭൗതികമായ ജോലികളും ബിസിനസ്സും നമുക്ക് മുഖ്യ അജണ്ടയാകുകയും ചെയ്താൽ അതും ജീവിതത്തിൽ ഉള്ള ഉപജീവനം നഷ്ടപ്പെടാനേ കാരണമാകുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ചിന്തിപ്പിക്കുന്നൊരു വാചകം അള്ളാഹു പറയുകയാണ്, യബ്ന ആദം, മനുഷ്യരെ, തഫറഗ ലി ഇബാദത്തി, നിങ്ങളെൻ്റെ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കണം, അതിന് നിങ്ങൾ സമയം കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് എടുക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, ദിക്റുകൾ ചൊല്ലാൻ, പ്രഭാത പ്രദോഷ ദിക്റുകൾ ചൊല്ലാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ ഒക്കെ ഇബാദത്തുകളായി എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അതിനൊക്കെ സമയം ദുനിയാവിൻ്റെ ചിന്തകളില്ലാതെ ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥ. അംല സുദ്റക ഗിന, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ, അള്ളാഹ് പറയണം, നിൻ്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യത്തെ, ധന്യതയെ ഞാൻ നിറച്ചു തരും. വ അസുദ്ദു ഫഖറക്, നിൻ്റെ ദാരിദ്ര്യം ഞാൻ തടയും. അഥവാ നിനക്ക് വേണ്ട, നിനക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ, സമ്പത്തിനെ, സൗകര്യങ്ങളെ ഞാൻ നൽകുമെന്നർത്ഥം. വ ഇല്ലാ തഫ്അൽ, നീ അങ്ങനെയൊന്നും ചെയ്യണില്ല, ഇബാദത്തിന് സമയം കാണുന്നില്ല, നീ എപ്പോഴും ദുന്യവിയായ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ മാത്രം നെട്ടോട്ടമോടാണ്, ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടി, സമ്പത്ത് നേടാൻ വേണ്ടി, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അങ്ങനെയെങ്കിൽ മലഉതു യദൈക ശുഗ്ലൻ, നിനക്ക് ഒരുപാട് ബിസിയാക്കും നിന്നെ ഞാൻ. വലം അസുദ്ദ ഫഖറക്, കുറേ ബിസിയാണെന്നുണ്ടെങ്കിലും നിൻ്റെ ദാരിദ്ര്യം തീരൂല, നിൻ്റെ പ്രശ്നങ്ങൾ തീരൂല, നിനക്ക് അപ്പോഴും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കും. സമ്പത്ത് വീണ്ടും വീണ്ടും ആവശ്യമാകുന്ന ഒരു ബറക്കത്തില്ലാത്ത അവസ്ഥയായിരിക്കും നിനക്കുണ്ടാകാം. അതുകൊണ്ട് ഇബാദത്തുകൾക്ക് സമയം കാണുക എന്നുള്ളതാണ് നാലാമത്തത്. അഞ്ചാമത്തത് നമ്മൾ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹബ്ബ അയ്യുബ്സത ലഹു ഫി റിസ്ഖി, ആർക്കെങ്കിലും ഉപജീവനത്തിൽ വിശാലത ലഭിക്കണം, സമ്പത്ത് വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, വയുൻസ അലഹു ഫി അഥരി, കുറേ കാലം ഭൂമി ലോകത്ത് ജീവിക്കണം, ആയുസ്സിൽ വിശാലത ലഭിക്കണം, ദീർഘായുസ് ലഭിക്കണം, രണ്ടാഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. എങ്കിൽ അവൻ ചെയ്യേണ്ട പണി എന്താ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് വന്ന വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. കുടുംബത്തെ വിച്ഛേദിക്കല്ല. കുടുംബക്കാരെ നമ്മൾ സന്ദർശിക്കുന്നു, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നു, ഫോണിലൂടെ വിളിക്കുന്നു, അവരെ സന്ദർശിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി നമ്മൾ സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നു, അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്നു. ഇങ്ങനെ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണ് എങ്കിൽ അതും നമ്മുടെ റിസ്കിനെ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ആറാമത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ധനം ചെലവഴിക്കുക, സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ക്യാഷ് നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ എൻ്റെ ക്യാഷ് കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അൻഫിഖ് യബ്ന ആദം ഉൻഫിഖ് അലൈക്, അൻഫിഖ് യബ്ന ആദം, മനുഷ്യ നീ അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. നീ ചെലവഴിച്ചോ, നിനക്കെന്ത് ചെയ്യും? നിൻ്റെ മേൽ ചെലവഴിക്കപ്പെടും, അഥവാ നിനക്ക് സമ്പത്ത് ലഭിക്കും. എല്ലാ പ്രഭാതത്തിലും 2 മലക്കുകൾ വന്ന് പ്രാർത്ഥിക്കും. ആകാശത്ത് നിന്ന് 2 മലക്കുകൾ ഇറങ്ങി പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന, അള്ളാൻ്റെ മാർഗത്തിൽ മറ്റുള്ളവർക്ക് സ്വതക്ക നൽകിയവർ, സമ്പത്ത് ദീനിൻ്റെ വിഷയത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹുവേ അവർക്ക് സമ്പത്ത് ഇനിയും കൂടുതൽ കൂടുതൽ കൊടുക്കണേ എന്ന് മലക്ക് പ്രാർത്ഥിക്കും.
കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നാശമുണ്ടാക്കണേ എന്ന് രണ്ടാമത്തെ മലക്കും പ്രാർത്ഥിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു സദഖയും ഒരു മനുഷ്യൻ്റെയും സമ്പത്തിനെ കുറക്കുകയില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്കതിനുള്ള സമ്പത്ത് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളെ ഉണ്ടാകുകയുള്ളൂ. അതിനുമപ്പുറം പരലോകത്ത് ഇഖ്ലാസോടുകൂടെ നമ്മളിത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്വതക്കകൾക്ക് വമ്പിച്ച പ്രതിഫലം ഇൻഷാ അല്ലാഹ് പരലോകത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. അതാണ് 6ാമത്തെ മാർഗം. 7ാമത്തത് നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുക, നന്ദി കാണിച്ചു കൊണ്ടിരിക്കുക. ഹംദുകൾ അൽഹംദുലില്ലാ എപ്പോഴും റബ്ബിനെ സ്തുതിക്കുക. കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അതുമാത്രം എടുത്തു പറഞ്ഞ് അതുമാത്രം ഫോക്കസ് ചെയ്ത് ആ പ്രശ്നങ്ങൾ തിരിച്ചും മറിച്ചും പറയുന്നതിനു പകരം നിനക്ക് ലഭിച്ച കോടാനുകോടി അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതോർത്തെടുത്ത് നിറഞ്ഞ മനസ്സോടുകൂടെ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എത്രത്തോളം അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നോ അത്രത്തോളം നന്മയുള്ളവരായി അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ആ നന്മകളെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ സംസാരിക്കുമ്പോൾ പരാതികൾ പറയുന്നതിന് പകരം നന്മകൾ എടുത്തു പറയാം. അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നന്മകളെക്കുറിച്ച്, തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നത് തന്നെ അള്ളാഹിനോട് കാണിക്കുന്ന ശുക്റാണ്. അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് ഇന്നത് ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്ന ബുദ്ധിമുട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. എല്ലാറ്റിലും ഒരു പോസിറ്റീവ് കണ്ടെത്താനും അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ ലഭിച്ച അനുഗ്രഹങ്ങളിലൊക്കെ കൂടുതൽ അള്ളാഹുവിനോട് ശുക്റുകൾ അർപ്പിച്ചുകൊണ്ട്, ഹംദുകൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിലൂടെ ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു, ലഇൻ ശകർത്തും ലഅസീദന്നക്കും വഇദ് തഅദ്ദന റബ്ബുക്കും. നിങ്ങളുടെ റബ്ബ് ദാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഇൻ ശകർത്തും, നിങ്ങൾ ശുക്ർ കാണിക്കുന്നവരാണെങ്കിൽ, നന്ദിയുള്ളവരാണെങ്കിൽ, ലഅസീദന്നക്കും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വലഇൻ കഫർത്തും, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അത് കഠിനമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൗതികമായ കാരണങ്ങൾക്കപ്പുറം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തേ എനിക്ക് എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിനുള്ള ഇസ്ലാമികമായ ഈ 7 പരിഹാരങ്ങളെ മരണം വരെ നമ്മൾ കൊണ്ടു നടന്നാൽ, നമ്മൾ ചെയ്യേണ്ട ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ 7 കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പാലിച്ചാൽ, സൂക്ഷിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ ദാരിദ്ര്യത്തെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, അതിനെ അതിജയിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ ഇതുപോലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഒരുപാട് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അല്ലാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.